നമസ്കാരം. സിബിൽ സ്കോർ കുറഞ്ഞവർക്കും എഡ്യൂക്കേഷൻ ലോൺ ലഭിക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാതാപിതാക്കളുടെ സിബിൽ സ്കോർ മോശമാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാൻ ബാങ്കുകൾക്ക് അവകാശമുണ്ടെന്ന ഹൈക്കോടതി വിധി വന്നതോടെ സിബിൽ സ്കോർ കുറഞ്ഞവർ പലരും എഡ്യൂക്കേഷൻ ലോണിനു വേണ്ടി ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ്. സിബിൽ സ്കോർ മോശമായാലും എഡ്യൂക്കേഷൻ ലോൺ എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. ആദ്യത്തെ മാർഗം നല്ല സിബിൽ സ്കോർ ഉള്ള ആരെങ്കിലും കോ ആപ്ലിക്കൻ്റായി അറേഞ്ച് ചെയ്യുക എന്നതാണ്. ബാങ്കുകൾ സഹ അപേക്ഷകരുടെ കോ ആപ്ലിക്കൻസിൻ്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി പരിശോധിക്കുന്നതുകൊണ്ട് അപേക്ഷകൻ്റെ മാതാപിതാക്കൾക്ക് പകരം മികച്ച സിബിൽ സ്കോറുള്ള മറ്റൊരു വ്യക്തിയെ കോ ആപ്ലിക്കൻ്റായി ഹാജരാക്കുകയാണെങ്കിൽ ബാങ്കുകൾ ആ അപേക്ഷ വീണ്ടും പരിഗണിക്കാറുണ്ട്. രണ്ടാമത്തെ മാർഗം മികച്ച സാമ്പത്തിക ഭദ്രതയും നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററിയുമുള്ള ഒരാളെ ഗ്യാരണ്ടറായി ബാങ്കിന് നൽകുക എന്നതാണ്. മെച്ചപ്പെട്ട സിബിൽ സ്കോറുള്ള പുതിയൊരു കോ ആപ്ലിക്കൻറ്റിനെ ഹാജരാക്കുന്ന പക്ഷം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ നൽകാൻ ബാങ്കുകൾക്ക് തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുന്ന ലോണിന് ആനുപാതികമായി ബാങ്കുകൾക്ക് കൊളാട്രൽ വസ്തു, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇങ്ങനെയുള്ള ഈടുകൾ നൽകുക എന്നതാണ്. നാലാമത്തെ ഓപ്ഷൻ സിബിൽ സ്കോർ കുറഞ്ഞവർക്കും ലോൺ നൽകുന്ന പ്രൈവറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളെ സമീപിക്കുക എന്നതാണ്. ഇവിടെ പൊതുവെ പലിശ കൂടുതലായിരിക്കുമെങ്കിലും ലോ സിബിൽ സ്കോറിലും പല സ്ഥാപനങ്ങളും എഡ്യൂക്കേഷൻ ലോൺ നൽകാറുണ്ട്. ചുരുക്കത്തിൽ വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നതിന് ഇപ്പോൾ മാതാപിതാക്കളുടെ സിബിൽ സ്കോർ പ്രധാനമാണെങ്കിലും മികച്ച ക്രെഡിറ്റ് സ്കോറുള്ള മറ്റൊരു ഗ്യാരണ്ടർ, കൊളാട്രൽ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ നേടാൻ സാധിക്കുന്നതാണ്. ഇനി ഗ്യാരണ്ടറോ കൊളാട്രലോ ആവശ്യമില്ലാത്ത 7,00,000 താഴെയുള്ള ലോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഗ്യാരണ്ടറോ കൊളാട്രലോ ആവശ്യമില്ലാത്ത ലോണുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോ കാണാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എഡ്യൂക്കേഷൻ ലോൺ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മറുപടി നൽകുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്കും കോഴ്സുകളുടെ വിവരങ്ങൾക്കും ഇന്ത്യയിലും വിദേശത്തുമുള്ള ജോലി അവസരങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും ലഭിക്കാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.